അതെ ശരിയല്ലേ? ക്ഷേത്രം അല്ല, നമ്മുടെ ആന സുരക്ഷിതമായി സൗകര്യപ്രദമായിട്ട് വൃത്തിയായിട്ട് നമുക്കതിനെ സംസ്കരിക്കണമല്ലോ. അപ്പം അതിന് ഒരു അമ്പലത്തിൻ്റേതായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ആരുടെ ഭാഗത്തുനിന്നും. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഒഫീഷ്യൽസിൻ്റെ നിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ള അറിവ്. ഡോക്ടറെ പറ്റി കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. We conduct post-mortem examination for different reasons. First and foremost reason is to ascertain the cause of death, which is highly essential. You know, you have to ascertain the cause of death for settling insurance claims. You have to ascertain the cause of death to bring to light some foul play, and so many and several other reasons are there. People from all sides, though they love elephants too much, when it is dead, nobody is prepared to cremate the body or the carcass of the elephant. The Hindus believe there is Ana Marda, otherwise devil, that will harass them. So naturally, even if the owner of the elephant is an Hindu, he never allows to bury the dead body of the elephant in his compound. എനിക്ക് ശരിക്കും പേടിയുണ്ട്. പിന്നെ അനുഭവമൊന്നും എനിക്ക് നേരിട്ടില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞൊക്കെയുള്ള അറിവുണ്ട്. പിന്നെ
എങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങല കുലുങ്ങുന്നതായിട്ടും മരം പിടിച്ചു കൊളുത്തുന്നതായിട്ടും ഒക്കെ ആൾക്കാർ പറയുന്നത്. പിന്നെ 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ അതിൽ യാത്ര ചെയ്യത്തില്ല, ആനമർദ്ദ ഉണ്ടെന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. മൊത്തത്തിലൊരു വലിയ എസ്റ്റേറ്റിൻ്റെ നടുക്കായതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മൊത്തത്തിൽ പറയുമ്പം ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം വെച്ച് ഞാൻ പറഞ്ഞതാണ്, ആ എസ്റ്റേറ്റിൻ്റെ സ്ഥിതിയൊക്കെ അനുസരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇതിനെ എവിടെയെങ്കിലും സംസ്കരിച്ചല്ലേ പറ്റുള്ളൂ, അല്ല പുറത്തു കൊണ്ട് കത്തിച്ച് കളയോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ എസ്റ്റേറ്റിലായി കഴിയുമ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.